Hi all, welcome back to another long video from the Netters and this is Tuesday morning. മേലെ എ സി വെച്ചെങ്കിലും റൂം അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ക്ലീൻ ചെയ്യാനുള്ള ടൈം നമുക്കിതുവരെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താഴത്തെ ബെഡ്റൂമാണ് യൂസ് ചെയ്യുന്നത്. രണ്ടുപേരും നല്ല ഉറക്കമാണ്. ആലൻ രാവിലെ തന്നെ സിസിജിയിലേക്ക് പോയിട്ടുണ്ട്. പുതിയതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഐ എം എക്സ്ട്രീംലി താങ്ക്ഫുൾ ഈ യൂട്യൂബിൽ പോയിൻറ്റ്സ് തരണവരോട്. ലോങ് വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന പോയിൻറ്റ്സ് നമ്മുടെ ചാനലിന് വളരെ ഹെൽപ്ഫുള്ളാണ്. അതിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ രാവിലെ ഉപ്മാവ് ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. അതിനായിട്ട് ഒരു സവാളയും ഒരു ക്യാരറ്റും ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ കോഫിയൊക്കെ കുടിച്ചിട്ട് വന്നേ അരിയുന്നുള്ളൂ. അപ്പോഴേക്ക് കെറ്റിലിൽ വെച്ച വെള്ളം അങ്ങോട്ട് റെഡിയാവും. നമുക്ക് കോഫി ഇടണം, ബോട്ടിലും സ്റ്റെറിലൈസ് ചെയ്യണം. റൈസ് കുക്കറിൽ ഇന്നലെ രാത്രി തിളപ്പിച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ രാവിലെ ഒരു തവണ കൂടെ തിളപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി കുറച്ച് നേരം ഒരു തിള വരുമ്പോൾ തന്നെ ഞാനങ്ങ് നിർത്തിയെടുത്ത് റൈസ് കുക്കറിലോട്ട് വെക്കാറാണ് പതിവ്. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. കുറച്ച് നേരം തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലെടുത്ത് വെച്ച് രാവിലെ അത് അങ്ങനെ എടുത്ത് അടച്ചിടുമായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 7-8 മണിയൊക്കെ കഴിയുമ്പോൾ ചോറൊന്ന് നീർന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുപോലെ രാത്രി ഒരു തിള വരുമ്പോൾ അങ്ങ് നിർത്തി റൈസ് കുക്കറിൽ വെച്ചിട്ട് രാവിലെ വീണ്ടും ഒന്നുകൂടെ തിളപ്പിച്ച് അങ്ങ് അടച്ചിടാറാണ് ചെയ്യുന്നത്. പിള്ളേർക്കുള്ള പാല് വെച്ചു, അരിയും തിളച്ച് വരും. അപ്പോഴത്തേക്ക് ഇനി ബോട്ടിലും സ്റ്റെറിലൈസ് ചെയ്ത് ഒരു കോഫിയും കൂടെ ഇട്ടെടുക്കാം. ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ലോങ് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ വരുന്നത്. അത് വേണമെങ്കിൽ എനിക്ക് പാർട്ടായിട്ട് കുറച്ചായിട്ടും എടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ലോങ് വീഡിയോസ് ഇടാൻ പറ്റുമായിരിക്കാം. പക്ഷേ എനിക്ക് ഷോർട്സ് ഓൾറെഡി നമ്മുടെ ഡേയിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമായിരിക്കും. അതൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആകുന്നില്ലല്ലോ. അപ്പോൾ ലോങ് വീഡിയോയ്ക്ക് ഷോർട്സിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേ. അതുകൊണ്ട് ഇത്തവണ എടുത്തപ്പോഴും ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തിരി നീണ്ടു പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു, ഫാത്തിമ എന്ന് പറഞ്ഞിട്ട്. എറണാകുളത്താണ് സെറ്റിൽഡ്. ഇവിടെ ട്രിവാൻഡ്രത്ത് എന്തോ കാര്യത്തിനായിട്ട് ട്രിവാൻഡ്രത്തും കൊല്ലത്തും ഒക്കെ വരണമായിരുന്നു. അപ്പോൾ ബീച്ച് റോഡ് വന്നപ്പോൾ, പിന്നെ നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അങ്ങനെ ഉച്ചയ്ക്ക് വന്നതാണ്. ഞാനിങ്ങനെ പാതി ഉറക്കത്തിലേക്ക് കണ്ണൊക്കെ വിരിച്ചെഴുന്നേറ്റ് ഡോറ് തുറന്നപ്പോഴേക്ക് അയ്യോ ഉറങ്ങുമായിരുന്നോ എന്തെങ്കിലും. അതൊന്നും കുഴപ്പമില്ലടാ. വന്നതിലും കണ്ടതിലും ഒക്കെ ഒരുപാട് സന്തോഷം. ദേ കരണ്ടും പോയി. അപ്പോൾ നമുക്കിനി കോഫി കുടിച്ചിട്ട് വരാം. ഇനിയിപ്പോൾ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ക്യാരറ്റും സവാളയും കൂടെ ഒരുമിച്ച് ഈ ഒരു ചോപ്പറിൻ്റെ അകത്തിട്ടങ്ങ് മിൻസ് ചെയ്തെടുക്കാം. ഇത്തവണ മേടിച്ച ക്യാരറ്റെല്ലാം കുഞ്ഞു ക്യാരറ്റാണ്. അതുകൊണ്ട് കട്ട് ചെയ്യാനും നല്ല എളുപ്പമുണ്ട്. നല്ല വലിപ്പത്തിലുള്ളതാകുമ്പോഴാണ് നല്ല ഹാർഡായിട്ടിരിക്കും മുറിച്ചിടാനായിട്ട്. ഒരു സവാളയും ഒരു ചെറിയ ക്യാരറ്റും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഉപ്മാവിന് ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ മുകൾ ഭാഗത്തിരിക്കുന്ന ഈ ഒരു മോട്ടർ നമ്മൾ നനയ്ക്കാൻ പാടില്ല. അപ്പോൾ അത് കഴുകണ്ട. താഴെ ഈ ബോട്ടം പോർഷൻ നമുക്കെല്ലാം കഴുകിയെടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ചാർജിങ് വയർ. ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ അത് കുറച്ച് നേരം ഒന്ന് കുത്തിയിടും. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഉപ്മാവ് ഉണ്ടാക്കാനായിട്ടും പിന്നെ കുക്കൂന് ഇന്ന് കൊടുത്തു വിടാൻ ഞാൻ ചോറും ചമ്മന്തിയൊക്കെ ആക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ കറണ്ട് പോയി. ഇപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട്, പക്ഷേ തീരെ വോൾട്ടേജ് ഇല്ല. മിക്സി വർക്ക് ചെയ്യത്തില്ല. ഇൻവെർട്ടറിലും മിക്സി എടുക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ പ്ലാൻ അങ്ങ് ചേഞ്ച് ചെയ്തു. ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് കരുതി. ഇന്നലെ രാത്രി എനിക്ക് ന്യൂഡിൽസ് ചെയ്ത് തരണം എന്നും പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് ന്യൂഡിൽസ് മേടിച്ചുകൊണ്ട് വന്നിരുന്നു അവൻ. പക്ഷേ രാത്രിയും ചോറ് കൂടുതലായതുകൊണ്ട് ഞാൻ അതങ്ങെടുത്ത് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവും കൊടുക്കാം, ലഞ്ചിന് നമുക്ക് ന്യൂഡിൽസും കൊടുത്തു വിടാം. രണ്ടിനുമായിട്ട് ഞാൻ ഓരോ കടായി വെച്ചിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് കടായിയുടെ ലിങ്ക് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. ഇത്തവണ അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. യെല്ലോൻ്റെത് കഴിഞ്ഞ വീഡിയോയിലും അവൈലബിൾ ആയിരുന്നു. ഇപ്പോഴും ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്തേക്കാം. ന്യൂഡിൽസിൻ്റെ പാക്കറ്റ് നമ്മൾ ഈ തേങ്ങ തിരികെ വെക്കുന്ന പോലത്തെ തന്നെ ഒരു ബോക്സിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കഷ്ടമാണെന്നറിയാവോ ഇപ്പോൾ ഉറുമ്പിനെ കൊണ്ട്. നിങ്ങൾ എൻ്റെ സൈഡിലെ ആ ഒരു ബോട്ടിൽസിൽ ഞാൻ ചോക്കോസും കോൺഫ്ലെക്സും ഇങ്ങനെ മേലോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടോ? അത് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചത് അതിൽ ഉറുമ്പ് കയറാതിരിക്കാനാണ്. ഉറുമ്പ് അതിൻ്റെ അകത്ത് കയറുന്നത് ഇത്തിരി പാടുള്ള കാര്യമാണ്, അടപ്പ് ടൈറ്റ് ആയതുകൊണ്ട്. എന്നാലും ആ ബോട്ടിലിന് ചുറ്റും അതിൻ്റെ മീതെ മൊത്തം അങ്ങ് ഉറുമ്പ് കയറുക. ബാക്കി കുപ്പികൾക്കൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് ഞാനതെടുത്ത് മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മേലിലോട്ടാക്കി വെച്ചിരിക്കുക. വീട് ഫുൾ ഉറുമ്പാട്ടോ, എവിടെ നോക്കിയാലും ഉറുമ്പാ. ന്യൂഡിൽസ് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ടോങ്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ മാക്സിമം വിട്ടിൽ കിട്ടും. നമുക്കത് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാം. തിരിച്ച് അതിലോട്ട് വെക്കാൻ നേരത്ത് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും.
വെളിച്ചെണ്ണയിൽ ഇത്തിരി നെയ്യ് ചേർത്ത് അതിലേക്ക് കടുകും പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയണും ക്യാരറ്റും കൂടെ ഒരുമിച്ചിട്ട് എല്ലാം കൂടെ മൂത്ത് വരുന്നപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. റവ ചേർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്താൽ നമുക്കിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉപ്മാവ് കിട്ടും. പിന്നെ ഉപ്മാവിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാനായിട്ട് ഏത്തപ്പഴം ഇരിപ്പുണ്ട്. അതും 2 നല്ല രീതിക്ക് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കൂന് ന്യൂഡിൽസിൻ്റെ കൂടെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനായിട്ട് കുറച്ച് നഗറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ എഗ്ഗും. നിലൂനും രാവിലെ ഒരു എഗ്ഗ് അങ്ങ് കൊടുക്കാമെന്ന് കരുതി. എന്തായാലും നമ്മൾ ഈ ഒരു പാൻ യൂസ് ചെയ്യുന്നു, അപ്പോൾ പിന്നെ അതിൻ്റെ മാക്സിമം യൂസേജ് അങ്ങ് നടത്തിയേക്കാം. ഒരെണ്ണത്തിൻ്റെ അകത്ത് നഗറ്റ്സ് 3 ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടു. പിന്നെയുള്ള 2 റൗണ്ടിലേക്ക് ഇത് ആക്ച്വലി ഊത്തപ്പം പാൻ എന്നാണ് ഇതിൻ്റെ ലിങ്കിൽ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവുക. പക്ഷേ ആ സാധനം ഉണ്ടാക്കാനായിട്ട് എനിക്കറിയത്തില്ല. ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് ഇതിൽ ആ ഒരു സാധനം ഉണ്ടാക്കാം. ഞാൻ മിക്കപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. നൈറ്റ് ഡിന്നറിൻ്റെ ടൈമിൽ ചിലപ്പോൾ ഇതേ കണക്ക് ബുൾസൈ വേണം അമ്മ എന്ന് പറയും 2 പേരും. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ ഓരോ ബുൾസൈയൊക്കെ എനിക്ക് ഇതുപോലെ ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഈ ടീ കോഫി കണ്ടെയ്നേഴ്സൊക്കെ ഉറുമ്പ് കയറാണ്ടിരിക്കുമോ എയർ ടൈറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചില്ലേ. ഞാനത് തുറക്കാൻ പെടുന്ന പാട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ കർത്താവേ. പക്ഷേ പിന്നീട് ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഠിച്ചായിരുന്നു കേട്ടോ. അതിങ്ങനെ കറക്കിയാൽ മതി, കുറച്ച് കറക്കിയാൽ തുറക്കാനായിട്ട് എളുപ്പമായിരിക്കും. എസ്പെഷ്യലി ഇതിൻ്റെ ആ ഒരു ഷുഗർ ബോട്ടിലിൻ്റെ വുഡൻ ലിഡ് കുറച്ച് ടൈറ്റാണ്. ഇനിയിപ്പോൾ വരുന്നതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ടൈറ്റ് ലിഡ് ഏതാണോ അതെടുത്ത് ഷുഗറിന് അടയ്ക്കാമെങ്കിൽ അതിൻ്റെ അകത്ത് ഉറുമ്പ് കയറാതിരിക്കും. ഞാനൊരു സ്പൂൺ എടുക്കാൻ നേരം ആ ഒരു ലൈറ്റ് പോകുന്ന റോഡിൽ നിന്നും ഒന്നിങ്ങനെ പിച്ചി തോണ്ടി താഴെ ഇട്ടത് 2-3 ഉറുമ്പിനെയാണ്. അതിലേക്കൂടെ ഓടുന്ന വരി വെച്ച്. ഇത് എങ്ങോട്ടാണ് എന്ത് കഴിക്കാനാണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഏപ്രിൽ മെയ് മാസം ആകുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് കിച്ചൺ ആവുന്നതുകൊണ്ട് ഉറുമ്പ് പൊടി ഇടുന്നതൊക്കെ എനിക്ക് പറ്റത്തില്ല. നമ്മുടെ ഫുഡിൻ്റെ അകത്തൊക്കെ വന്നാലോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ്. പിന്നെ അവന് സ്നാക്സിന് കൊടുത്തു വിടാനായിട്ട് ഒരു ഓറഞ്ചും കൂടെ എടുത്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ലഞ്ചിന് ന്യൂഡിൽസും എഗ്ഗും ഫ്രൈ ചെയ്ത നഗറ്റ്സും എല്ലാം കൂടെ വെച്ചു. സ്നാക്സിനായിട്ട് കുറച്ച് ബിസ്ക്കറ്റ്സും പിന്നെ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തെടുത്ത ഓറഞ്ചും നട്ട്സായിട്ട് കുറച്ച് കാഷ്യൂസും ബദാമും ഒക്കെ വെക്കുന്നുണ്ട്. കുക്കുവിന് ആക്ച്വലി ഈ ഡൈജഷനെ ബാധിക്കുന്ന ഫ്രൂട്ട്സ് അതങ്ങനെ കൊടുക്കണ്ട, ഓറഞ്ച് കൊടുക്കണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. ആപ്പിൾ കൊടുത്തോളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരുപാട് നാൾ അവനിപ്പോൾ ആപ്പിളും ഗ്രേപ്സും കഴിച്ചു. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കണ്ടേന്ന് കരുതിയിട്ടാണ് ഞാൻ ഓറഞ്ചും പൊമഗ്രാനറ്റും ഇത്തവണ വാങ്ങിച്ചത്. അപ്പോൾ ഒരു 2-3 ദിവസം കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ആപ്പിളിലേക്കോ പിന്നെ ഡോക്ടർ ഒന്ന് സജസ്റ്റ് ചെയ്ത ഫ്രൂട്ട്സിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇടയ്ക്ക് ഇവിടെ പിസയും ബർഗറും ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ വരുന്ന ടൊമാറ്റോ സോസിൻ്റെ ഈ ഒരു സാഷേസ് ഞാനിങ്ങനെ മാറ്റിയിട്ടേക്കും. എപ്പോഴെങ്കിലും ട്രെയിനിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് കണ്ണനോ ലൂസോ ഒക്കെ എങ്ങോട്ടെങ്കിലും പോകാൻ നേരം ട്രെയിനിലേക്ക് രാത്രി മിനിയാൻ്റെ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വിടും. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ഞാൻ ഈ സാഷേസും കൊടുത്തു വിടും. മിനിയാൻ്റെ അത് ഇവിടെ നിന്ന് എടുത്ത് കൊടുത്തു വിട്ടോളും. അപ്പോൾ ഇതിങ്ങനെ ഞാൻ കളക്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കും. നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ബോട്ടിൽ നിന്ന് തന്നെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സാഷയും കൂടെ ഞാൻ ലഞ്ച് കിറ്റിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുക്കു സാർ അതേ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ്. ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, ഞാൻ കൂടെ ചെല്ലാത്തതിന് കുക്കു സാറിന് വിഷമമില്ലേ ഇന്ന് സ്കൂളിൽ. അവനെങ്ങനെ വിഷമം വരാനാ? നാനയും ഡാഡയും അപ്പച്ചിയും ഒക്കെ സ്കൂളിലുണ്ട്. അവനിപ്പോൾ ഞാനവിടെ ചെന്നില്ലെങ്കിലും പ്രശ്നമില്ല. നിലുവിന് എന്തായാലും നല്ല സന്തോഷമുണ്ട്. ഈ അടുത്തായിട്ട് കുറച്ച് നാട്ടുകാർ പറയുന്നുണ്ട് അവൻ്റെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന്. കുറച്ചുകൂടെ ദേഷ്യവും വാശിയും ഒക്കെ കുറഞ്ഞെന്ന് നിലുവിൻ്റെ. അങ്ങനെ ദേ കുക്കു സ്കൂളിൽ പോയി. ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് വന്ന് കുറച്ച് നേരം കടലും പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. 10 മണിയാകുമ്പോഴേ ഞാൻ നിലുവിനെ എണീപ്പിക്കാറുള്ളൂ. അവനാണ് ഈ വീട്ടിൽ ഏറ്റവും അവസാനം കിടന്നുറങ്ങുന്ന ആൾ. അത് ഇന്നത്തെ വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 10 മണിയായപ്പോൾ ഞാൻ പാലെടുത്ത് കൊടുത്തു. പക്ഷേ പാല് കുടിച്ച് പിന്നെയും കിടന്ന് നല്ല ഉറങ്ങുന്നു. പിന്നെ വിളിക്കാൻ നിന്നില്ല. ആ ഒരു ഗ്യാപ്പിന് മീൻ കുറച്ച് അരപ്പ് പുരട്ടാനുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. കറി വെക്കാനുള്ള മീനാണെങ്കിൽ ഓൾറെഡി കട്ട് ചെയ്ത് മേടിച്ചിരിക്കുന്നത് കൊണ്ട് അതിൽ നമുക്ക് വലിയ പണിയൊന്നുമില്ല. ക്ലീൻ ചെയ്ത് തന്നെയാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കുന്നത്. ഇത് ചുവന്ന മീനാണ് കേട്ടോ. എനിക്ക് വൃത്തിയാക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത മീനാണ് ഈ ചുവന്ന മീൻ. അതാണെങ്കിൽ ചെറുതാണെങ്കിൽ പറയണ്ട, വലുതാണെങ്കിൽ പിന്നെയും പാടാണ്. ഇതിന് ഒത്തിരി ചെതുമ്പൽ കാണും. പിന്നെ ഈ പറയുന്ന പോലെ സൈഡിലെ മുള്ള് ഞാൻ ആദ്യം കട്ട് ചെയ്യും, അല്ലെങ്കിൽ കൈ മുറിയാൻ വേറെ എവിടെയും പോകണ്ട. പക്ഷേ ഇത് ഫ്രൈ ചെയ്യുന്നതാണ് ഇവിടെ കുക്കുവിനും അലനും ഏറ്റവും ഇഷ്ടം. ഇതിൻ്റെ വലിയ മീനൊക്കെ ആണെങ്കിൽ കുക്കു ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പറയും ഒരു മീനിങ് പൊരിച്ചതാണ്. ഞാൻ ഈ മീൻ വെട്ടുന്നതിൻ്റെ ചട്ടീൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ആ ഒരു ബൗളില്ലേ, അത് സെറ്റ് ഓഫ് 3 ബൗൾസാണ്. അതിൻ്റെ ലിങ്ക് പലരും ചോദിച്ചു. ഞാൻ ആക്ച്വലി അത് സുപ്രീമിൽ നിന്ന് മേടിച്ചതാണ്. അത് ഓൺലൈനിൽ ഞാൻ നോക്കിയിട്ട് ഇത്രയും വലിപ്പത്തിലുള്ള സാധനം എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാനത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പക്ഷേ ഞാൻ ഒരുപാട് തപ്പി. ഈ വലിപ്പം ഇല്ല, ഈ ഡയമെൻഷൻസ് ഇല്ല. നമുക്ക് കിട്ടുന്നെങ്കിൽ ഇത്രയും വലിപ്പമുള്ളത് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ഇതിലാകുമ്പോൾ പച്ചക്കറി ആയാലും ഇറച്ചിയായാലും മീനായാലും എല്ലാം കട്ട് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ, കിച്ചണിൽ എനിക്കൊരു ഫാൻ വെക്കണമെന്ന്? അത് ഈ ഏപ്രിൽ മെയ് ആവണതിന് മുന്നേ ഞാനങ്ങ് വെപ്പിച്ചു. അതാണ് എൻ്റെ മഞ്ഞപ്പൊടിയൊക്കെ പറന്ന് പോയത് നിങ്ങൾ കണ്ടത്. ഫാൻ ഇപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഞാൻ വോൾ മൗണ്ടിങ് ആണ് ഫാൻ വെച്ചത്. അങ്ങ് മേലെയല്ല വെച്ചത്, സൈഡിലാണ് വെച്ചിരിക്കുന്നത്. വാട്ടർ പ്യൂരിഫയറിൻ്റെ സൈഡിലായിട്ട്. ഇങ്ങനെ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോഴും ഒത്തിരി നേരം നിന്ന് മീനൊക്കെ വെട്ടേണ്ടി വരുമ്പോൾ കുറച്ചധികം നേരം ഇങ്ങനെ വിയർക്കാതെ നമുക്ക് പണിയെടുക്കാം.
കുറച്ച് ക്ലോസ് ആയിട്ടുള്ള 2-3 പേരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. വീഡിയോസിനൊക്കെ ക്ലാരിറ്റി ഇത്തിരി കൂടിയിട്ടൊക്കെ ഉണ്ട്, പുതിയ ഫോൺ എടുത്തോ, ഫോൺ മാറ്റിയോ എന്നൊക്കെ. മാറ്റിയത് ഫോണല്ല, ഇവിടെ ഈ ഒരു ഫാൻ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ലൈറ്റ് സോഴ്സിലുണ്ടായിരുന്ന 2 ലൈറ്റ് ബൾബും എടുത്ത് മാറ്റിയിട്ട് ട്യൂബ് ലൈറ്റ് അല്ല, എന്നാലും മാക്സിമം വെട്ടം കിട്ടുന്ന 2 LED നല്ല വലിയ ലൈറ്റ്സാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. കാണുമ്പോൾ ആലോചിക്കുക ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ആണെന്ന്. ആക്ച്വലി ഇതിൻ്റെ ഒരു സ്റ്റുഡിയോയും കൂടെ ആണല്ലോ. അതിൻ്റെ വ്യത്യാസം ഷോർട്സിലും ലോങ് വീഡിയോസിലും ഒക്കെ കാണാനുമുണ്ട്. അപ്പോൾ ഇതേ മീൻ കറി വെക്കാനായിട്ട് ആദ്യം ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തു. പിന്നെ നമ്മുടെ ഖോനായിട്ട് പെട്ടിക്കകത്തുനിന്ന് കുറച്ച് ചെറിയുള്ളിയാണ് ഞാൻ തപ്പിപ്പോയത്, പക്ഷേ ഇല്ലായിരുന്നു. ചെറിയുള്ളി തീരെ കുറവായിരുന്നു, 2-3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് സവാളയും കൂടെ അരിഞ്ഞു കൂട്ടിയിട്ട് ആ ഉള്ളിയും കൂടെ അങ്ങ് ചതച്ചെടുത്തു. ഇത് രണ്ടും ചതച്ച് മാറ്റി വെച്ചിട്ട് നമുക്കിനി കറിച്ചട്ടി വെച്ച് മീൻ കറി വെക്കാനുള്ള പരിപാടികൾ തുടങ്ങാം. ഞാൻ ഏറ്റവും എളുപ്പം മീൻ കറി വെക്കുന്ന കറിയാണിത്. ഇതിൽ ഞാൻ തേങ്ങയൊന്നും വറുത്ത് ചേർക്കുന്നില്ല. നമുക്ക് കറി വെക്കാനായിട്ടിരിക്കുന്ന മീൻ കേരാച്ചൂരയാണ്. മനസ്സിലിപ്പോൾ ഈ കറിയും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നിലുവിനെ വിളിച്ചുണർത്താമെന്നാണ്. കാരണം 11 മണിയാവാൻ പോകുന്നു. 10 മണിക്കാണ് ഞാൻ അവന് പാല് കൊടുത്തത്. 10:30 ആകുമ്പോൾ വിളിക്കാമെന്ന് ഓർത്തിട്ട് പിന്നെ മീൻ വെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ 10:30 ആയി. പിന്നെയും ചെന്ന് നോക്കിയപ്പോൾ ആൾക്ക് ഒരനക്കവും ഇല്ല, നല്ല അടിപൊളിയായിട്ട് കൂർക്കം വലിച്ചുറങ്ങുന്നു. വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഉലുവയിട്ട് പൊട്ടിച്ച് നമ്മളിപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതൊന്ന് വഴറ്റി എടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും. എനിക്ക് മീൻ കറിക്കൊക്കെ നല്ല ചുവന്നുള്ള കളറ് വേണം. അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ഞാൻ കുറച്ച് അധികം തന്നെ ആഡ് ചെയ്യും. എപ്പോഴോ ഒരു പ്രാവശ്യം മീൻകറി വെച്ചപ്പോഴത്തേക്ക് മീൻകറിക്ക് ജീരകവും എന്ന് ചോദിച്ചിരുന്നു. ഇവിടെ എല്ലാവരും ചില മീനുകൾക്ക് 1 നുള്ള് ജീരകവും 1 നുള്ള് ഉലുവാപ്പൊടിയും ഒക്കെ ഇടും. കാറ്റ് നല്ല രീതിക്ക് പുറത്തൊന്നും അടിക്കുന്നുണ്ട്, കരക്കാറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിൻഡോ അങ്ങ് ക്ലോസ് ചെയ്തു. വിൻഡോ ക്ലോസ് ചെയ്താലും ഈ കണ്ടെയ്നേഴ്സൊക്കെ ഇരിക്കുന്നതിൻ്റെ അങ്ങ് നേരെ മേളിലോട്ട് ചിമ്മിനിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഗ്യാസിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ മണവും പുകയും ഒക്കെ നേരെ അങ്ങ് പൊക്കോളും. ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞതിട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ച്. ആക്ച്വലി ഈ സ്റ്റേജിൽ പുളിവെള്ളമാണ് ഒഴിക്കേണ്ടത്, പക്ഷേ പുളി പിഴിയാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ടാണ് ഞാൻ പുളിവെള്ളം ഇപ്പോൾ ചേർക്കുന്നത്. ലേശം പുളിവെള്ളം ഒഴിച്ചിട്ടായാലും അല്ലെങ്കിൽ ഇത്തിരി വെള്ളവുമായിട്ട് ആദ്യം ഈ തക്കാളിയും അരപ്പുകൂട്ടെല്ലാം കൂടെ ഒരു കുഴമ്പ് പരുവത്തിൽ വേവിച്ചെടുത്താൽ കറി ഇങ്ങനെ വെള്ളം നീണ്ടു പോവാതെ കട്ടിക്ക് കിട്ടും. പേസ്റ്റ് പരുവത്തിലുള്ള മസാല നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ച് അതിലേക്ക് മീനിട്ട് കൊടുക്കുക. മീനിൻ്റെ കഷ്ണമെല്ലാം നന്നായിട്ട് മുക്കി കിടത്തി തീ ഒന്ന് സിമ്മിലോട്ടാക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു 5 to 8 മിനിറ്റ് അങ്ങനെ വെച്ച് മീനിൽ ഉപ്പും പുളിയൊക്കെ സെറ്റാക്കി കറി റെഡിയാക്കി എടുക്കാം. 10:50 ആയി. മണവാളിനെ ഞാൻ പിന്നെ അങ്ങ് എണീപ്പിച്ചു. പിന്നെ കിടക്കാൻ സമ്മതിച്ചില്ല. കുറച്ച് നേരം അടുത്ത് പോയി ഉമ്മൻ കൊടുത്തങ്ങ് എണീപ്പിച്ചു കഴിഞ്ഞ് അവനെ പല്ല് തേപ്പിച്ച് അവനുള്ള പാലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നിമ്മല വന്നു. ഇതിപ്പോൾ നിമ്മലയുടെ കൂടെ പോകണമെന്നും പറഞ്ഞ് കരച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കഴിക്കാനുള്ളത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചുവല്ലോ, അതങ്ങ് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അത് പിന്നെ കിറ്റിലാക്കി നിമ്മലയുടെ കൂടെ പോവുക. ഇപ്പം നിമ്മലയുടെ വീട്ടിലോട്ടല്ല പോകുന്നത്, ലില്ലിയംസിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അവിടെ പോയിരുന്ന് കഴിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു എങ്കിൽ പോയി അവിടെ ഇരിക്കട്ടെ. ലില്ലിയംസിയുടെ രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം ഒരു 10:30 കഴിയും. അമ്മയും ഇപ്പോൾ ഫ്രീ ആയിരിക്കും. 2 പേരും കൂടെ അവൻ്റെ കൊഞ്ചലും കേട്ടങ്ങ് ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും ഫ്രീ ആയി. അല്ലെ കുറച്ച് നേരം അവൻ്റെ പുറകെ ഫുഡും കൊണ്ട് നടക്കേണ്ടി വന്നേനെ. നേരെ കിച്ചണിൽ വന്നിട്ട് വറുക്കാനുള്ള മീനിന് പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലേക്ക് നിരത്തി വെച്ച് ആ ചുവന്ന മീനെല്ലാം കൂടെ അങ്ങ് പിറക്കി വെച്ചു. ഇതാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിട്ടുള്ള മീനാണ്. അതുകൊണ്ട് എണ്ണ ചൂടാകുമ്പോൾ ഇതുപോലെ കറിവേപ്പില കൊണ്ടൊരു മെത്തയും ഉണ്ടാക്കി അതിലോട്ട് മീനെടുത്ത് വെച്ചിട്ട് ഒന്ന് തീ സിമ്മിലാക്കി അടച്ച് വെച്ച് ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ ഓഫ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും എടുത്ത് തിരിച്ചിട്ട് തീ ഓണാക്കി കഴിഞ്ഞാൽ പൊടിയാതെ വറുത്തെടുക്കാൻ പറ്റും. പക്ഷേ കറിയുടെ കാര്യത്തിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ മീൻ കറി വയ്ക്കാൻ തീരെ ഇഷ്ടമില്ലാത്തത്. പിന്നെ കുറച്ച് കോവയ്ക്ക ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നത് ഞാൻ എടുത്ത് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്കൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. വെജിറ്റബിളും കൂടെ വേണമല്ലോ. നിലു ഇവിടെ ഉണ്ടെങ്കിൽ മോരും കൂടെ കാച്ചാനായിരുന്നു ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോയതുകൊണ്ട് ലില്ലിയം ചീടത്തുനിന്ന് നേരത്തെ ചോറൊക്കെ കൊടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ മോര് കാച്ചണ്ട. മോര് വേണമെങ്കിൽ നാളെ കറീൻ്റെ ബാക്കി എന്തായാലും ഉണ്ടാവും. മോരും കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ നാളെ ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് ലോങ് വീഡിയോയുടെ എഡിറ്റിംഗ് ആ ദിവസം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കടായി വെച്ച് അതിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ട് കുറച്ച് കടുക് വിട്ട് നമുക്ക് ആദ്യം ഇപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കോവയ്ക്ക പിന്നെ ചേർത്ത് കൊടുക്കാം. ഉപ്മാവിന് ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തത്. അതിൻ്റെ ബാക്കിയാണ് ഞാനിപ്പോൾ കോവയ്ക്കയ്ക്ക് യൂസ് ചെയ്യുന്നത്. സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്ര നല്ലതല്ല. പകുതി സവാളയായിട്ട്. നാളെ എടുക്കാനായിട്ട് ഇന്ന് രാത്രി കട്ട് ചെയ്ത് ഞാൻ വെക്കാറുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. കട്ട് ചെയ്ത് ഇങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കത്തില്ലേ, പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതെ. സവാളയും കറിവേപ്പിലയും കൂടെ വഴന്ന് വന്നപ്പോൾ അതിലേക്ക് കോവയ്ക്ക ആഡ് ചെയ്ത് കൊടുത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ക്രഷ്ഡ് കാശ്മീരി ചില്ലി അതും കൂടി ഇട്ട് ലേശം വെള്ളവും കൂടി ഒഴിച്ച് അടച്ച് വെച്ച് അങ്ങ് വേവിച്ചെടുക്കാം. മീൻ വറുത്ത് കഴിയുമ്പോൾ ഞാൻ ഇതുപോലൊരു ചെറിയ സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റാറുണ്ട്. ഈ ഒരു വലിയ പാത്രം അതിന് അയണ്ടതും കൂടെ ആയതുകൊണ്ട് ടൈലിൽ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ചെറിയ പാടാവും.
തിരികെ വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ പിടി ഇത്രയും നീണ്ടിരിക്കുന്നതുകൊണ്ട് ആ സ്റ്റാൻഡിൽ തട്ടും. കറക്റ്റ് ഇങ്ങനെ ഒരു എന്തുവാ പറയുന്നത്, നീറ്റായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കത്തില്ല. എന്നിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെയുള്ള ചോറ് അങ്ങ് എടുത്തു. എനിക്ക് കണ്ണിമാങ്ങ അച്ചാറും ആലന് വെളുത്തുള്ളി അച്ചാറുമാണ്. കുറച്ചു നേരം ഞങ്ങളിരുന്ന് ജയിലറാണ് കണ്ടത്. സിനിമയും കണ്ടാണ് ചോറ് കഴിച്ചത്. ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ പതുക്കെ ചരിഞ്ഞു. പിന്നെ അവിടെ കിടന്നങ്ങ് ഉറങ്ങിയും പോയി. സിനിമ ഞാൻ ഇടയ്ക്കെപ്പോഴോ എണീറ്റ് ഓഫ് ചെയ്യുകയും ചെയ്തു. പിന്നെയും ബാക്കി കിടന്നുറങ്ങി. കുക്കു സാറ് പിന്നെ വീട്ടിൽ വന്നപ്പോഴേക്കാണ് ഞങ്ങൾ 2 പേരും എണീറ്റത്. അവനായിട്ട് വൈകുന്നേരത്തെ പാല് ഞാൻ അവനിൽ വെച്ചങ്ങ് ചൂടാക്കി. രാവിലെ പാല് കാച്ചിയപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു. വയറ് നിറഞ്ഞു, അതുകൊണ്ട് കുടിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് അവൻ വെച്ചിട്ടും പോയായിരുന്നു. ആ ബാക്കി പാലും അവൻ കുടിച്ചതിൻ്റെ ബാക്കിയൊക്കെ ചേർത്ത് ആ ഗ്ലാസ്സിൽ തന്നെ ഞാനങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നു. ഉറുമ്പിൻ്റെ വരവ് വീണ്ടും രൂക്ഷമായതോടുകൂടി ചോക്കോസും കോൺഫ്ലെക്സും ഞാൻ ഇതുപോലൊരു പില്ലറൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തു. താഴെ വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചു. ബാക്കിയുള്ള കോവയ്ക്കയും ചോറും എല്ലാം ഇതുപോലെ വേറെ ചെറിയ പാത്രങ്ങളിലാക്കി അങ്ങ് മാറ്റി. ഉച്ചയ്ക്ക് കഴുകി വെച്ച പാത്രങ്ങളിൽ പുറത്ത് ആ സ്റ്റീൽ റാക്കിലുണ്ടാവും. ഈ കറച്ചട്ടിയിലും നിറച്ച് ഉറുമ്പ് കയറിയിട്ടാണ് കേട്ടോ ഞാനത് വീണ്ടും എടുത്ത് ചൂടാക്കിയത്. അകത്തോട്ട് കയറിയിട്ടില്ല, മീൻകറി ആയതുകൊണ്ട്. പക്ഷേ എൻ്റെ വക്കത്ത് ഫുൾ ഉറുമ്പ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ലഞ്ചിനായിട്ട് കിച്ചണിലോട്ട് വരുമ്പോൾ തന്നെ പുറത്തെ സ്റ്റീൽ റാക്കിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ എടുത്ത പാത്രങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും വെയിൽ കൊണ്ടിട്ട്. അതെടുത്ത് മാറ്റിയിട്ടാണ് അടുത്ത സെറ്റ് പാത്രങ്ങൾ അവിടെ കഴുകി, പിന്നെ ലഞ്ച് കഴിച്ച പ്ലേറ്റ് ഉൾപ്പെടെ കഴുകിയിട്ടായിരിക്കും നെക്സ്റ്റ് സെറ്റ്. വൈകുന്നേരം വന്നിട്ടാണ് ആ പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ചോറും കറിയെല്ലാം ബാക്കിയുള്ളത് ചെറിയ കണ്ടെയ്നേഴ്സിലോട്ടാക്കി ആ വലിയ പാത്രങ്ങളൊക്കെ കഴുകി അതിലേക്ക് വെക്കുന്നത്. എന്നിട്ടാണ് ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയൊക്കെ വന്നത്. ചായക്കുള്ള വെള്ളവും വെച്ചു. അത്രയും വലിയൊരു സ്റ്റീൽ റാക്ക് അവിടെ ഉണ്ടെന്നുള്ള വിചാരത്തിൽ നമ്മൾ വീണ്ടും ഈ കഴുകുന്ന പാത്രങ്ങൾ അതിൻ്റെ പുറത്ത് വെച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ, രാവിലെ എണീറ്റ് കിച്ചണിലേക്ക് വരുമ്പോൾ ഇന്ന് മൊത്തം കയ്യിൽ നിന്ന് പോവുകയാണല്ലോ. എന്നെയും കാത്തിരിക്കുന്ന ഒരു പിരമിഡ് പോലെ തോന്നിക്കുന്ന പാത്രങ്ങളുണ്ടാവും. ഇതുപോലെ കുറച്ചായിട്ട് ഉണങ്ങിയത് മാറ്റുവാണെങ്കിൽ രാവിലെ വരുമ്പോൾ ഒരു ആശ്വാസം ആ സ്റ്റീൽ റാക്ക് കാണുമ്പോൾ. 4, 3, 7 പാത്രം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ കിച്ചണിലെ പരിപാടികൾ അങ്ങ് തുടങ്ങാം. ലില്ലിയമ്മച്ചിക്കും കൊച്ചുപ്പയ്ക്കും ഒന്നും ഈ ചായക്കകത്ത് ഇങ്ങനെ മസാലകളോ അല്ലെങ്കിൽ ഇഞ്ചിയോ ഒന്നും ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ഇപ്പോൾ ചായ കുടിക്കാൻ പറ്റത്തില്ല എന്നായി ഞാൻ ഡിവോഴ്സ് ചെയ്യാത്തതിൻ്റെ മാമി പഠിപ്പിച്ച സംഭവമാണിത്. കുറച്ച് ഗ്രാമ്പു, കുറച്ച് പട്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ. ഇഞ്ചി ചായയാണ് എൻ്റെ ഫേവറേറ്റ്. ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ പട്ടയുടെ ഒരു പീസ് ഒടിച്ചിട്ടിട്ടാണ് ചായ ഇട്ടത്. പിന്നെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് മാൽക്കീസ് ബിസ്ക്കറ്റ്സ് ഉണ്ടായിരുന്നു, അതാണ് എടുത്തുകൊണ്ട് വന്ന് വെച്ചത്. അമ്മയെ വിളിച്ചപ്പോൾ നിലു നല്ല ഉറക്കമാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നിലു ഉറക്കം എണീറ്റിട്ടേ അമ്മ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ. പിന്നെ ഞാനിരുന്ന് ഈ ഒരു ലോങ് വീഡിയോ തന്നെ ഞാൻ അതുവരെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. ആ ടൈമിൽ ഞാൻ യൂട്യൂബിൽ ഇതുപോലെ പഴയ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ പാട്ടൊക്കെ ഇടും. മുൻപ് TV-യിൽ മിസ്റ്റ് എന്നും പറഞ്ഞ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കാണുന്നൊരു ഫീലിംഗ് കിട്ടും. പാട്ടും കേട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോ ഞാൻ എടുത്തിരുന്ന ക്ലിപ്സിൻ്റെയൊക്കെ ഭാഗം എത്തിയപ്പോഴേക്ക് അപ്പുറത്തുനിന്ന് നിലുവിൻ്റെ സൗണ്ട് കേട്ടു. ഞാൻ ചെല്ലുന്ന കണ്ട് കൈ വീശി കാണിക്കുന്നതാണ്. ഞാൻ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ബാക്കിയിരുന്ന ഉപ്പുമാവ് ഏത്തപ്പഴവും പഞ്ചസാരയൊക്കെ കുഴച്ചിട്ടാണ് ഈ എടുത്തുകൊണ്ട് പോകുന്നത്. അവിടെ പോയിട്ട് വാരി കൊടുക്കാമെന്നും കരുതിയിട്ട് സേറമോളുമായിട്ട് അവിടെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കുഞ്ഞിപ്പുഴു. സേറയ്ക്കാണെങ്കിൽ എക്സാമും നടക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ചു നേരം നിർത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോകും. സേറമോൾക്ക് പഠിക്കണമല്ലോ. സേറയ്ക്ക് മാത്രമല്ല, സച്ചുകുട്ടനും എക്സാം നടക്കുക. അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന വഴിക്ക് കൊച്ചുപ്പയും വന്നിരുന്നു. ഇന്ന് അവനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പിന്നെ കുറച്ചു നേരം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞു. കുക്കുസാർ ഇതിലെ അങ്ങോട്ട് സൈക്കിളിൽ പോയപ്പോഴേ കണ്ടു ഞാനിവിടെ നിൽക്കുന്നത്. നേരെ സൈക്കിളും വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട, ഞാൻ പോയപ്പോൾ പാലും ബിസ്ക്കറ്റും കഴിച്ചതാണെന്നും പറഞ്ഞ് ആദ്യം കഴിച്ചില്ല. പക്ഷേ ഉപ്മാവ് കുറച്ചധികം ഉണ്ടായിരുന്നു. ഒരു 4-5 പിടി അവനും കൂടെ കഴിക്കാനുള്ളതുണ്ട്. ഞങ്ങളെല്ലാവരും വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ കളിക്കുന്ന ഗെയിം കളേഴ്സ് പറയുമ്പോൾ അതിൽ പോയി തൊടുന്ന ഗെയിമാണ് കേട്ടോ. നിലുവിന് എപ്പോഴും പറയാൻ യെല്ലോ മാത്രമേ ഉള്ളൂ. പക്ഷേ അവൻ യെല്ലോ എന്ന് പറഞ്ഞിട്ട് ഗ്രീനിലാണ് തൊടുന്നത്. പിള്ളേർ യെല്ലോ പോയി തൊട്ടാൽ പറയും ഇല്ല അത് പറ്റത്തില്ല, നിങ്ങൾ ഔട്ടായെന്ന്. അതായത് അവൻ്റെ ആ കുഞ്ഞു തലയ്ക്കകത്ത് യെല്ലോ എന്ന് വെച്ചാൽ ഗ്രീനാണ് രജിസ്റ്റർ ആയിരിക്കുന്നത്. ഇലയിൽ പിടിച്ചിട്ടാണ് പറയുന്നത് ഇതാണ് യെല്ലോ, ഇതിൽ തൊട്ടില്ലെങ്കിൽ നിങ്ങൾ ഔട്ടാവുമെന്ന്. ഞങ്ങളങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുക്കുസാർ ഇതുവഴി സാറ്റുകളി എങ്ങാണ്ട് തുടങ്ങിയിട്ട് ഒളിച്ചിരിക്കാൻ പുറകിലേക്ക് പോയി കേട്ടോ. ആ ഒരു ഏരിയയിലെ കഴിഞ്ഞ ദിവസം മാമനൊരു ചുരുട്ടയെ കണ്ടിരുന്നു. അവിടുന്ന് പറഞ്ഞു വിട്ടപ്പോൾ 2 പേരും കൂടെ ഓരോ ചിരട്ടയും എടുത്ത് മണ്ണപ്പം ചുട്ട് കളിക്കാനായിട്ട് കുരിശടിയുടെ സൈഡിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വേറൊരടിയായി. 2 പേരും കൂടെ ഉടക്കി തിരിച്ചു വന്നു. കുക്കുൻ്റെ ചിരട്ട എന്തിനാ എടുക്കുന്നത്? അവൻ കളിച്ചോണ്ടിരുന്നല്ലേ. നിലുവിന് 2 ചിരട്ടയും വേണം, കുക്കുവിൻ്റെ കയ്യിലിരിക്കുന്നതും വേണം. കുക്കു എന്നിട്ട് അതും കൊടുത്തിട്ട് ലില്ലിയംസിൻ്റെ വീട്ടിൽ ചിരട്ട എടുക്കാൻ പോയപ്പോൾ ലില്ലിയംസിൻ്റെ വീട്ടിൽ ചിരട്ടയൊന്നും ഇല്ല, അതിൽ ഫുൾ ഉറുമ്പ് കയറിയെന്ന്. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞതിന് പിണങ്ങി നിന്നതിന് അലുവും കൂട്ടുകാരും ഒക്കെ കൂടെ വന്ന് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അവൻ ആ ചിരട്ട വെച്ചുണ്ടാക്കുന്ന കേക്ക് അവൻ തന്നെ മുറിക്കുമ്പോൾ ചുറ്റും അവർ ഹാപ്പി ബർത്ത്ഡേയും പാടി. അതായിരുന്നു പിന്നെ കുറച്ച് നേരം. എന്തായാലും അതിൽ ആ കരച്ചിലങ്ങ് നിന്നു. തിരിച്ചു വന്ന് അമ്മ 2 പേരെയും കുളിപ്പിക്കാനായിട്ട് കയറ്റിയ ഒരു ടൈമിൽ ഞാൻ അലന് രാത്രി ചപ്പാത്തിക്കായിട്ട് കുറച്ച് മുട്ട ചിക്കിയത് ഉണ്ടാക്കി എടുക്കുവാണ്. ഇതും എൻ്റെ ഒരു തട്ടിക്കൂട്ട് റെസിപ്പിയാണ്.
കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതങ്ങോട്ട് ചൂടാകുമ്പോൾ കടുകൊന്നും വേണ്ട, അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ 2-3 പച്ചമുളകും ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാകുമ്പോഴത്തേക്ക് അതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഇതിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയാണ് ഞാൻ ചേർക്കാറുള്ളത്. നമ്മൾ സാധാരണ മുട്ട ചിക്കുമ്പോൾ അങ്ങ് ഡ്രൈ ആക്കുന്ന പോലെ ഇത് ഡ്രൈ ആക്കണ്ട. പരിപാടി അവിടെ തുടങ്ങിയപ്പോഴേക്ക് ഇൻസ്റ്റമാർട്ടിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെയാണ് വന്നത്. അതെത്തി. പാല്, പിള്ളേരുടെ ടോണ്ട് മിൽക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഗ്രേപ്സ് മേടിച്ചിട്ട് ഇപ്പോൾ 1 വീക്കായി. മുന്തിരിക്ക് എങ്ങനെയാണ് മുന്തിരി കൊടുക്കാതിരിക്കുന്നത്? അങ്ങനെ ഗ്രേപ്സും പാലും പിന്നെ എന്തൊക്കെയോ സാധനങ്ങളില്ലാത്തത് ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അതങ്ങ് മേടിച്ച് വെച്ചിട്ട് ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്തിട്ടാണ് പോയത്. ഈ കറീൻ്റെ ബാക്കി അങ്ങ് ചെയ്യാമെന്ന് കരുതി. സാധാ മുട്ട ചിക്കുന്ന പോലെ അത്ര ഡ്രൈ ആക്കാതെ ഒരു കുഴമ്പ് പരുവത്തിൽ ഇത് നിർത്തിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് തനിയെ കുറച്ച് കട്ടിയാവും. ഈ എഗ് ബുർജിയൊക്കെ കിട്ടുന്ന പോലെ ഇരിക്കും. അപ്പോൾ ചപ്പാത്തിക്ക് അധികം ഡ്രൈ അല്ലാത്തൊരു കറിയായിട്ട് നമുക്കിത് എടുക്കാനും പറ്റും. അങ്ങനെ ആ കറി റെഡിയാക്കിയിട്ട് ഞാനിപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്തൊക്കെ എടുത്ത് മാറ്റാമെന്ന് കരുതി. ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചിരുന്നു. ഉറുമ്പ് ഇനി കയറാതിരിക്കാനാണ് ഞാനത് അവൻ്റെ അകത്തേക്ക് മാറ്റി വെച്ചത്. പിന്നെ ഫ്രഷ് ക്രീമും. ഞാൻ പറഞ്ഞില്ലേ, കടലക്കറിയും ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ കടലയും ഗ്രീൻ പീസും ഒന്നും അരയ്ക്കാൻ നിൽക്കത്തില്ല. ഇത്തിരി ഫ്രഷ് ക്രീം ഇട്ടിട്ട് കറി അങ്ങ് കുറുക്കിയെടുക്കും. തക്കാളി അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. തക്കാളി ഓർഡർ ചെയ്തപ്പോൾ ഞാൻ പിന്നെ ഈ 9 റുപ്പീസിന് നമുക്ക് എന്തെങ്കിലും കൂടെ എടുക്കാമല്ലോ, തക്കാളി തന്നെ വീണ്ടും ചൂസ് ചെയ്തു. മുന്തിരി എടുത്ത് വെളിയിൽ വെക്കേണ്ട താമസം മുന്തിരി വന്ന് മുന്തിരി വേണമെന്നും പറഞ്ഞ് ബഹളം തുടങ്ങി. പിന്നെ ഞാൻ ചോറ് കഴിച്ചിട്ട് മുന്തിരി തരാമെന്നും പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ ഏൽപ്പിച്ചു. കാലുകൊണ്ടല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയാണ് സഞ്ചാരം. താഴെ ആ സ്കേറ്റിംഗ് ബോർഡ് ഉണ്ട്, കാര്യമാക്കണ്ട. ഇങ്ങനെ തന്നെ അങ്ങ് സിറ്റ് ഔട്ട് വരെ പോവും. എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതും ഇങ്ങനെയായിരിക്കും. പിന്നെ 2 പേർക്കുമുള്ള ചോറും വറുത്ത മീനും ഒക്കെ എടുത്ത് കൊടുത്തു. ഞാനും ചോറ് കഴിച്ചു. ആലം വരാൻ ലേറ്റ് ആയതുകൊണ്ട് 2 പേരെ ഞാൻ പിടിച്ച് കിടത്തി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുക്കു സാറ് എല്ലാം കൃത്യമായിട്ട് ചെയ്ത് അവൻ ദേ ഉറങ്ങി. ഇവിടെ അവൻ്റെ കൂടെ കിടന്നിട്ട് നിലു ശല്യപ്പെടുത്തുന്നതുകൊണ്ടാണ് കേട്ടോ കുക്കു മാറി കിടന്നത്. കുക്കു നല്ല ഉറക്കമായി. ഇനി ആലന് ഞാനും ഉറങ്ങിയാലും അവൻ ഉറങ്ങത്തില്ല. അവൻ വെള്ളിമൂങ്ങയെടുത്ത് കഥയും പറഞ്ഞ് ഇങ്ങനെ കിടക്കും. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം.